നമസ്കാരം. ഇന്നലെ ഒരു 8:30 മണിയാകുന്ന സമയത്ത്, വൈകുന്നേരം രാത്രി ഒരു 8:30 മണി കഴിയുന്ന സമയത്ത്, നോമ്പൊക്കെ തുറന്ന് ചായ കുടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഫോൺ വരുന്നത്. കോട്ടയം പാലായിൽ നിന്നാണ് ഫോൺ വരുന്നത്. ഒരു 85ഓളം വയസ്സുള്ള ഒരു വയോവൃദ്ധൻ, ഒരു അച്ചായൻ, അദ്ദേഹത്തിന്റെ ഭാര്യയും, അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ 10-15 വയസ്സാകുന്ന സമയത്ത് മരണപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത്. പിന്നെ മറ്റു കുട്ടികളുണ്ട്, അവരെ വിവാഹം കഴിച്ചൊക്കെ അയച്ചു. ഇപ്പോ ഭാര്യയും ഭർത്താവും കൂടി വാർദ്ധക്യത്തിൽ ഒരുമിച്ച് വീട്ടിൽ സുഖമായിട്ട് കഴിയാം. പക്ഷെ അവർക്ക് ഒരു വിഷമം, കുറെ മാസങ്ങളായി അവരെ വിഷമം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ആ വിഷമം പറഞ്ഞു കേട്ടപ്പോ, സത്യത്തിൽ ഈ കേരളത്തിലെ വൃദ്ധർ അല്ലെങ്കിൽ അമ്മമാർ, ഒരു 10-50 വയസ്സിന് ശേഷം പ്രായമുള്ളവർ, അതിനു മുമ്പ് പ്രായമുള്ളവരൊക്കെ ഏത് വിധേനയാണ് ചിന്തിക്കുന്നത് എന്നറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ അത് വീഡിയോയിലൂടെ പറയണം തോന്നി. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാൾക്ക് പറ്റിയിട്ടുണ്ടാകാം. ചെറുപ്പക്കാരനല്ലേ, ചിലപ്പോൾ ആരെങ്കിലും പ്രലോഭിപ്പിച്ചപ്പോഴോ അല്ലെങ്കിൽ അവസരം കിട്ടിയപ്പോഴോ എന്തെങ്കിലും ഉണ്ടാകാമെന്നാ പറയുന്നത്. അതൊക്കെ ഏത് ചെറുപ്പക്കാർക്കും ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതല്ലേ. അതിനെ ഇങ്ങനെ പൊക്കിപ്പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു വശം മാത്രം അടിച്ചു കഴിഞ്ഞാൽ, ഒരു കൈ മാത്രം കൊട്ടിയാൽ ഒച്ച ഉണ്ടാവില്ലല്ലോ. അവരുടെയൊക്കെ ആവശ്യം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതവും ജീവനും തകർക്കുന്നത് ശരിയാണ്? അത് ശരിയല്ല. കാരണം നമുക്ക് മക്കളുണ്ട്, നമ്മളും പല പ്രായമൊക്കെ കടന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ വില്ലന്മാർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലത് മുന്നണികളിലെ കടൽക്കടന്മാരടക്കമുള്ളവർ, അവരുടെ വീരശൂര പരാക്രമങ്ങൾ ഇവിടെ എടുത്ത് പൊതു മധ്യത്തിലേക്ക് എടുത്തിട്ടാൽ വളരെ വൃത്തികേടായിരിക്കും എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ വിവാഹിതനല്ല, അതുകൊണ്ട് തന്നെ മറ്റ് പ്രയാസങ്ങളൊന്നും അവനില്ല. എന്നാൽ മറ്റു ചിലർ അങ്ങനെയല്ല. സ്വന്തം ഭാര്യയിരിക്കെ അവസാനം വന്നിട്ടുള്ള കഥ കൂടി അദ്ദേഹം പറഞ്ഞു. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരുടെയും പല പുണ്യാളച്ചന്മാരുടെയും പലരുടെയും അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിന് ഉപകരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിവും പ്രാപ്തിയുള്ള ആളാണ്. അയാൾ ഇപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. അത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു വീഡിയോയാണ്. ആ വീഡിയോയില് കണ്ണ് കാണാത്ത ഒരു സ്ത്രീ, കണ്ണ് കാഴ്ചയില്ലാത്തൊരു സ്ത്രീ, ആ സ്ത്രീക്കും അവരുടെ മകൾക്കും ഒക്കെ ഒരു വീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്ന അതിന്റെ താക്കോൽദാന കർമ്മത്തിന്റെ വീഡിയോ അദ്ദേഹം കണ്ടു. അത് കണ്ടിട്ടാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ, പാലക്കാട് മണ്ഡലത്തില് 10-20 വീടുകൾ ഇപ്പോൾ തന്നെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ താക്കോല് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പാലക്കാട് മണ്ഡലത്തിലെ ഓരോ വീടുകളിലും അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട്. ഈ നടക്കുന്ന സംഭവങ്ങളൊന്നും, അദ്ദേഹത്തിന് ജയിലടയ്ക്കാൻ നോക്കിയ സംഭവങ്ങളും അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളും മറ്റു കാര്യങ്ങളും നടപടികളും അതൊന്നും തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന മട്ടിൽ അദ്ദേഹത്തോട് പെരുമാറുന്ന വലിയൊരു വിഭാഗം അമ്മമാരും സഹോദരിമാരും ചെറുപ്പക്കാരും അടങ്ങുന്ന വലിയ ഒരു സമൂഹം. ആ സമൂഹം അങ്ങനെ പെരുമാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരല്ലേ നമുക്ക് വേണ്ടത്? ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളിൽ എത്ര പേർ അങ്ങനെ ഉണ്ട്? നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തെ പോലും ഈ രീതിയിൽ ഒരു മുഖ്യമന്ത്രി ആയിട്ട് കൂടി പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു സ്വീകാര്യതയില്ല. പലപ്പോഴും അദ്ദേഹം ജനങ്ങളെ ആട്ടി അകറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം, എന്നിട്ട് പോലും അദ്ദേഹത്തിന് അതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്പാരിസൺ ആണ് അവിടെ നടത്തിയത്. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ കുറ്റം ആരോപിച്ചുകൊണ്ട് ജയിലിൽ വരെ കിടന്നതിന് ശേഷവും ഈ രീതിയിൽ ജനം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഒരു അല്പം നന്മ ഉണ്ടായിട്ടല്ലേ? അത്തരത്തിലുള്ള നന്മകളല്ലേ നമുക്ക് ആവശ്യം? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്മയും മനുഷ്യത്വമുള്ള ജനപ്രതിനിധികൾ വേണം. ജനപ്രതിനിധികൾ മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റാം. രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോ അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനായി മാറാനുള്ള ഒരു സമയം കഴിഞ്ഞു. ഇപ്പോ ഈ കഴിഞ്ഞ സ്ഥാനാർത്ഥി ആയതിനു ശേഷം, അതായത് കഴിഞ്ഞ MLA ആയതിനു ശേഷം അദ്ദേഹത്തിന് എതിരെയുള്ള ആരോപണങ്ങളൊന്നുമില്ല, അങ്ങനെ ഒന്നും തെളിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി അതിനകത്ത് ഇടപെട്ടു. രാഹുൽ മോനെ പാലക്കാട് തന്നെ മത്സരിക്കാൻ പറയണം, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഒന്ന് മത്സരിക്കാൻ പറയും. ഞങ്ങളുടെ നാട്ടിൽ ഒന്ന് മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങളടക്കമുള്ള മുഴുവൻ ആൾക്കാരും രാഹുൽ മോഹന് കൂട്ടുകൊടുക്കും. ഇനി പാലക്കാടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുറച്ച് കുടുംബക്കാർ പാലക്കാടുണ്ട്,
അവരോടൊക്കെ ഞങ്ങൾ പറയും, ഞങ്ങൾ രാഹുൽ മോഹന് വേണ്ടി, രാഹുൽ മോഹൻ എന്നാണ് പറയുന്നത്, രാഹുൽ മോഹന് വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ മരിച്ചുപോയ ഒരു മോന്റെ സ്ഥാനത്താണ് ഞങ്ങൾ രാഹുൽ മോഹനെ കാണുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റാറില്ലേ? അവരെ ഉപദേശിച്ചോ അല്ലെങ്കിൽ രണ്ടടി കൊടുത്തോ ഒക്കെ ഒന്ന് ദേഷ്യപ്പെട്ടോ ഒക്കെ അവരെ നന്നാക്കി എടുക്കലല്ലേ സാധാരണ നമ്മളെ രക്ഷിതാക്കൾ ചെയ്യാറ്. ആ രീതിയിലുള്ള നടപടികൾ പോരെ. അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ചെറുപ്പക്കാർ, അത്തരത്തിലുള്ള ചെറുപ്പക്കാരെയൊക്കെ നശിപ്പിക്കാനായിട്ട് മറ്റുള്ളവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് ബാധിക്കുമെന്ന് ഭയന്നിട്ടോ അതല്ലെങ്കിൽ അവരുടെ അധികാരം ഈ ചെറുപ്പക്കാരൻ എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ തടയിടും, അവർക്ക് എന്തൊക്കെയോ കിട്ടാൻ പോകുന്നതൊക്കെ തടയിടാൻ ഈ ചെറുപ്പക്കാരൻ ഇടയാക്കും എന്നൊക്കെയുള്ള ഭയം കൊണ്ടോ മറ്റോ ഇങ്ങനെയുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങളെപ്പോലെ ഉള്ളവർ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് സംസാരിക്കല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് വിളിച്ചതിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞൊരു ക്ഷമാപണത്തോടുകൂടിയാണ് ആ ഫോൺ കോൾ അവസാനിക്കുന്നത്. ഫോൺ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു. രാഹുൽ മോഹനെ ഞങ്ങൾ നിരന്തരം വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കണില്ല. ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മത്സരിക്കണമെന്ന് പറയണം. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, രാഹുൽ മത്സരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു മത്സരം ഒരുപക്ഷെ രാഹുലിന് ബാക്കി ഉണ്ടാവില്ല. അടുത്ത 5 വർഷം കഴിയുമ്പോൾ രാഹുലിനെ ഇവരെല്ലാവരും കൂടെ തീർക്കും. കാര്യം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരുപക്ഷെ പോവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടിനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാൻ പറ്റുന്ന ഒരു യുവ നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. കഴിവും പ്രാപ്തിയുള്ള ഒരാളെയാണ് നഷ്ടപ്പെടുന്നത്. പിന്നീട് വരുന്നവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് അറിയാൻ പറ്റൂല. അപ്പോ അയാളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരുന്നാലും ഈ നാടിന് ആവശ്യമുണ്ട്. അയാളോട് എന്ത് വില കൊടുത്തും സ്വതന്ത്രനായിട്ടായാലും എങ്ങനെയായാലും മത്സരിക്കാൻ പറയണം, മത്സരിച്ച് വിജയിച്ച് അസംബ്ലിയിൽ എത്താൻ പറയണം എന്ന് പറഞ്ഞാണ് അവരുടെ കോൾ അവസാനിക്കുന്നത്. അവരുടെ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കൊടുക്കാൻ നിവൃത്തിയില്ല. കാരണം അവരുടെ സ്വകാര്യമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അതിനിടയിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഞാനിത് കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, ഞാനുമായി സംസാരിക്കുന്നവരുടെ കോളുകൾ അവരുടെ അനുമതി ഇല്ലാതെ ഞാൻ കൊടുക്കാറില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയൊക്കെ ആയിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴുമുണ്ട്. അതായത് എങ്ങനെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ ശ്രമിച്ചിട്ടും അങ്ങനെയുള്ള ആ തകർച്ചയെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെയും എത്തിയിട്ടില്ല. രാഹുലിനെ സ്നേഹിക്കുന്ന ആരെയും തന്നെ അത്തരത്തിലുള്ള കേസുകളോ മറ്റോ ഒന്നും ബാധിച്ചിട്ടില്ല. അഥവാ രാഹുലിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാണ് തകർക്കാൻ ശ്രമിച്ചത്, അങ്ങനെ തകർക്കാൻ ശ്രമിച്ചവർക്കൊക്കെ നഷ്ടം സംഭവിച്ചു എന്നല്ലാതെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജനപ്രീതിയോ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥയോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആകെ നഷ്ടപ്പെട്ടത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനവും അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന ഒരു മുന്നണിയുടെ പരസ്യ പിന്തുണയും ചില കടൽക്കൊടുമാർ അതില്ലാതാക്കിയപ്പോൾ അതിലൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ജനഹൃദയങ്ങളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ടും പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇതുപോലുള്ള വയോവൃദ്ധരുടെ, അമ്മമാരുടെ ഫോൺ കോളുകൾ, ഓരോ ദിവസം വരുന്ന ഫോൺ കോളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. Different angles. Don't forget to subscribe and support this channel.